അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കനലിൽ ചുട്ടത്. കനലിൽ ചുടുക പറഞ്ഞാൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ കുറച്ച് മസാലകൾ മാത്രം ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം, ഗ്രില്ല് ചെയ്യും പോലെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു സൈഡ് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ്. നമുക്കിനി ഇവിടെ കുറച്ച് എല്ലൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇറച്ചി മാത്രമാക്കിയിട്ട് എടുക്കണം. ഈ എല്ല് നമുക്ക് മാറ്റിയെടുക്കണം. ഇറച്ചി പോകാതെ ഇതൊരു കൊളുത്ത് പോലെയാണ് ഈ എല്ല്. കൊഴുപ്പാണ്, ഇപ്പോൾ എണ്ണൻ്റെ ആവശ്യം വരില്ല. നമുക്ക് കഴുകിയെടുക്കണം. വലിയ അഴുക്കൊന്നുമില്ല, ഒന്ന് കഴുകിയെടുക്കാം. ഈ കൊഴുപ്പൊക്കെ തന്നെ നമുക്ക് ഈ കാണുന്ന കൊഴുപ്പൊക്കെ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളതാണ്. ഒരുപാട് എണ്ണ ഉപയോഗിക്കണമെന്നില്ല, ഗ്രിൽ ചെയ്യല്ലേ. നമ്മൾ നല്ലപോലെ അതിനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയൊക്കെ ഒന്ന് തേക്കണം. ഒരു 2-3 ലൈൻ ഇട്ട് കൊടുക്കാം. ഇറച്ചി കുറച്ച് കട്ടിയുള്ള ഭാഗമാണത്, മസാല ഉള്ളിക്കിറങ്ങാൻ. ഇനി നമുക്കിതിൻ്റെ മസാല മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കുരുമുളക് പൊടി, ഇത് കുരുമുളക് പൊടിച്ചതാണ്. കുറച്ച് മുളക് പൊടി, അപ്പോഴേ ശരിക്കൊരു ഭംഗി ഉണ്ടാവും. നമുക്കിതിനെ ഒന്ന് തേച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കാം. തിരിച്ചിട്ട് അപ്പുറം കൊടുന്ന് തേക്കാം. ഇതൊന്ന് തേച്ച് പിടിക്കും. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. മൂടിക്കോ, അവിടെ വെക്കാം. നമുക്ക് ഗ്രില്ല് വെക്കാനുള്ള അടുപ്പ് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിന് കുറച്ച് കരി ഇടണം. നമുക്ക് കുറച്ച് കർപ്പൂരിട്ട് ഈ കരി ഒന്ന് കത്തിച്ചെടുക്കണം. ഇച്ചിരി ചിരട്ടയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കത്തും. കരി പിടിപ്പിക്കുക. പിടിച്ച് കിട്ടിയ പിന്നെ ഭയങ്കര കനലായി. ഇനി പതുക്കെ പിടിക്കട്ടെ. അതങ്ങനെ ചെറുതായിട്ട് കത്തി പിടിക്കും. അതെ, കരി നല്ല കനലായി. അടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലേ? മതി. നമുക്കിതൊരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഭയങ്കര ചൂടാണ്. നമുക്ക് നമ്മുടെ ബീഫിന് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ലേശം വെള്ളവും ഇതൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കുത്തിവിടാം. ഇതിങ്ങനെ മുകളിൽ അടിയിലിങ്ങനെ ചൂടാൻ മുകളിൽ ഇങ്ങനെ വരികയാണ്. ഇതിങ്ങനെ ചുരുങ്ങുകയും ചെയ്തു. സാധനം ഇട്ടതിനേക്കാളും ഇപ്പോൾ ചെറുതായിപ്പോൾ. മറിച്ചിട്ടാൽ ശരിയായിക്കോളും. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേകാനായിട്ട് കുത്തിയിടാം. നമുക്കിതിനൊന്ന് മറിച്ചിടാം. ഗ്രില്ല് ചുരുങ്ങി ചെറുതായി വരുന്നുണ്ടോ?
ഇനി നമുക്കൊരല്പം എണ്ണ അതിൽ കൊഴുപ്പ് ഇറങ്ങണ വരെ എണ്ണയിലൊന്ന് കിടന്നു വേകണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി നോക്കണം, അടി കരിഞ്ഞാൽ പ്രശ്നമാണ്, കരിയാൻ പാടില്ല. ഒരു 5-6 പ്രാവശ്യം അങ്ങോട്ട് കൂടി തിരിച്ചിട്ടാലേ ശരിക്കും വേവുള്ളൂ. അങ്ങനെ ചൂടായി, ഒന്നുകൂടെ മറിച്ചിടാം. വെന്തിട്ടില്ല, കുറച്ചും കൂടെ നേരം ആകും. ഒരു ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഓട്ടയിട്ട് കൊടുത്താൽ ഉള്ളിലേക്കൊക്കെ പോയതിറങ്ങി വേകും. നമുക്ക് ഇറക്കാം. ഏകദേശം ഒരു 1-1.5-2 മണിക്കൂർ ആയിപ്പോൾ. മാറ്റാം, മതി. ഇവിടെ വയ്ക്കാം. അടിപൊളി. ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് അതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഡെക്കറേഷനാണ്. ഇത് കുറച്ച് കേബേജാണത്, കുറച്ച് ക്യാപ്സിക്കം റെഡ്, ഇതൊക്കെ ഇതിനൂടെ കഴിക്കാനുള്ള സാധനങ്ങളാണ്. നമുക്കിനി ടേസ്റ്റ് നോക്കാം. ഒരല്പം ചെറുനാരങ്ങ പിഴിയാം. ചെറുനാരങ്ങ പിഴിച്ചൊരു പുളിപ്പ് വരണമായിരുന്നു. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ദിശ അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സംഭവം. ആ എന്താ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ചട്നിയാണത്. വന്നിട്ടില്ലേ? ഒരു മസാല ഒരു ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. ഈ പച്ചക്കറികൾക്ക് ഇതിനോട് കഴിക്കണം. നമുക്ക് ഒരു പീസ് ഏലൻ്റെ, ഇത് റോക്കറ്റ് ലീവ്സ് എന്ന് പറഞ്ഞ ഇലയാണ്. ചിന്ന നാരങ്ങയ്ക്ക് ഇതിങ്ങനെ മൂടിയിട്ട് ഇതിനിങ്ങനെ ഈ മുളക് ചട്നിയിൽ ഇങ്ങനെ മുക്കണം. മുക്കിയിട്ട് പൊളിയാ. കുരുമുളകിൻ്റെ ടേസ്റ്റില്ലേ, അടിപൊളി. കൂടെ വെജിറ്റബിളൊക്കെ കഴിക്കിട്ടാ. അടുത്തരാം മടക്കുക, മയോണൈസ് മുക്കാം. സംഭവം രക്ഷയില്ല. ഇന്ന് നമുക്ക് കുറേ ഉണ്ട് സംഭവം. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് പീസ് ആക്കിയിട്ട് ഈ വെജിറ്റബിൾസും കൂടിയിട്ട് പാർസലാക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ തുടർന്നും ഇതിലും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം കട്ട് ചെയ്തിട്ടേ. പോളെ
ബൈ.